ആന്റോ ആന്റണി എംപിയുമായുള്ള സാമ്പത്തിക ഇടപാട് സ്ഥിരീകരിച്ച നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു 2019 ആന്റോ ആന്റണി 2 കോടി രൂപ കടമായി വാങ്ങി. 2 മാസത്തിനകം തിരിച്ചു നൽകാമെന്ന ഉറപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് പണം വാങ്ങിയത്. എന്നാൽ 7 വർഷമായിട്ടും പണം തിരികെ നൽകാതെ MP കബളിപ്പിച്ചെന്നും NM രാജു ആരോപിച്ചു. തന്ത്രി കണ്ഠരര് രാജീവര് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടില്ലെന്നും NM രാജു വ്യക്തമാക്കി. 2 കോടി രൂപ കൊടുത്തിരുന്നു. അതിൽ 20 ലക്ഷം രൂപ തന്നു. ബാക്കിയുള്ള കാശ് അതിന്റെ പലിശയും തരാനുണ്ട്. ഒരു അസ്വാഭാവികതയുമില്ല, ഒരു സുതാര്യത കുറവുമില്ല. അതെല്ലാം രേഖകളിലുള്ളതാണ്. ഞാൻ അതിനകത്ത് ക്ലെയിം ചെയ്യുന്നു. ആന്റോ അത് അംഗീകരിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. 2 മാസം കഴിയുമ്പോൾ ഞാൻ തരാം, ബാംഗ്ലൂരിൽ ഇടപാട് നടക്കുന്നുണ്ട്, അത് നടന്നു കഴിയുമ്പോൾ ഞാൻ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോൾ ഇവർ ഓരോരുത്തരും മാറി മാറി ആന്റോയുമായിട്ട് സംസാരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അതിനകത്ത് വേദനയും സങ്കടവും വളരെയേറെ ദുഃഖവും എനിക്കുണ്ട്. എന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ആന്റോ ആ വിഷയത്തിൽ ഒരു മനസ്സാക്ഷ്യപരമായിരിക്കുന്ന നിലപാടെടുക്കാൻ ആന്റോ തയ്യാറായില്ല. ആ കാര്യത്തിൽ ആന്റോ കാണിച്ചത് ഗുരുതരമായിരിക്കുന്ന മനസ്സാക്ഷിയില്ലായ്മയാണ്. അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ ആരോപണമായിരുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് ഇങ്ങനെ ഒരു കൈപ്പറ്റിയിട്ടുണ്ട് ആന്റോ ആന്റണി 2 കോടി രൂപ എന്നുള്ളത്. അക്കാര്യം സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രതികരണമാണ് NM രാജു നടത്തിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? ശ്രുതി, പ്രധാനമായും 2 കാര്യങ്ങളിലാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു ഇന്ന് വിശദീകരണം നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന്, ശബരിമല സ്വർണ്ണക്കള്ളുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവര് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ 2.5 കോടി നിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള പ്രചരണം തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്ത്രിയുമായി യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തെ ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ല. ഇത് സംബന്ധിച്ച് SITയും EDയും ഒക്കെ തന്നെ അന്വേഷിച്ചപ്പോൾ കൃത്യമായി തന്നെ വിശദീകരണം നൽകിയതാണ്. ED രേഖകളടക്കം പരിശോധിക്കുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഒരു നിക്ഷേപവും തന്റെ സ്ഥാപനത്തിൽ തന്ത്രി നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതേസമയം KP ഉദയഭാനു പറഞ്ഞ മറ്റൊരു ആരോപണം അദ്ദേഹം ശരിവെക്കുന്നുമുണ്ട്. അതായത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യത്തിന് പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ആന്റോ ആന്റണി തന്നെ സമീപിച്ചു. ആന്റോ ആന്റണിയും ഭാര്യയും തന്റെ കുടുംബത്തിൽ വന്ന് ഇത്തരത്തിൽ പണം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഈട് പോലും വെക്കാതെ, ഒരു ഈട് പോലും വാങ്ങാതെ 2 കോടി രൂപ അക്കൗണ്ട് വഴി തന്നെ ആന്റോ ആന്റണിക്ക് നൽകിയത്. 2 മാസം കൊണ്ട്, തിരഞ്ഞെടുപ്പിന് ശേഷം 2 മാസം കൊണ്ട് ഈ പണം തിരിച്ചു നൽകാമെന്നതായിരുന്നു വാഗ്ദാനം. പക്ഷേ ആ പണം നൽകിയില്ല. അതിനുശേഷം തന്റെ സ്ഥാപനം വലിയ പ്രതിസന്ധിയിൽപ്പെട്ടു. അത്തരത്തിൽ സ്ഥാപനം തകരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും ഇത്രയും പ്രതിസന്ധി ഉണ്ടായപ്പോൾ പോലും ഈ പണം തിരിച്ചു നൽകിയില്ല. പലതവണ താനും തന്റെ കുടുംബവും ആന്റോ ആന്റണിയുടെ വീട്ടിൽ പോയി തന്നെ ആവശ്യപ്പെട്ടതാണ് ഈ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ 20 ലക്ഷം രൂപ മാത്രമാണ് ആകെ നൽകിയത്. 7 വർഷമായിട്ടും ഇതുവരെ ഈ പണം ഒന്നും നൽകിയിട്ടില്ല. നിലവിൽ തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിനടക്കം ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അവർ ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ തന്റെ സ്ഥാപനം ഇപ്പോൾ മറ്റൊരു സ്ഥാപനം ഏറ്റെടുത്തിരിക്കുകയാണ്. നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുമെന്നും ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ഉടമയായ NM രാജു വിശദീകരിക്കുകയാണ്. അർജുൻ, ആന്റോ ആന്റണിക്ക് കുരുക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വിശദീകരണവുമായി അദ്ദേഹം എത്തുന്നത്. ഇത് 2019 ഈ പണം വാങ്ങിയത്, 2 കോടി രൂപ വാങ്ങിയത് എന്ന് പറയുന്നു. പക്ഷേ 2 മാസത്തിനകം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ടും ആ ഉറപ്പ് പാലിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഇതിപ്പോൾ 7 വർഷമായി. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്? അതായത് ശ്രുതി, നിലവിൽ KP ഉദയഭാനുവാണ് ഇത് സംബന്ധിച്ചൊരു ആദ്യം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് തന്ത്രി ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച 2.5 കോടി രൂപ മറ്റൊരു വഴിയിൽ ഇത്തരത്തിൽ പത്തനംതിട്ട MP ആയ ആന്റോ ആന്റണി വാങ്ങി എന്നതായിരുന്നു KP ഉദയഭാനു ഉന്നയിച്ച ഗുരുതരമായ ആരോപണം. ആ ആരോപണം പകുതി തള്ളുന്നുണ്ടെങ്കിൽ പോലും ഈ സ്ഥാപനത്തിന്റെ ഉടമ അതിൽ പകുതി ശരിവെക്കുന്നുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇത്തരത്തിലൊരു സാമ്പത്തിക നിക്ഷേപവുമായി ബന്ധപ്പെട്ട സ്ഥാപനം നടത്തുന്ന ഉടമയിൽ നിന്ന് 2 കോടി രൂപയാണ് അന്നത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി വാങ്ങിയത്. അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും പത്തനംതിട്ട MP ആവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ആ പണം തിരിച്ചു നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെ രേഖകളുണ്ട്. അതേസമയം ഒരു ഈട് പോലും വാങ്ങാതെയാണ് ഇത്രയും പണം, 2 കോടി രൂപ അന്നത്തെ UDF സ്ഥാനാർത്ഥിക്ക്
ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമ നൽകിയതെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് താങ്കൾ ഒരു ഈട് പോലും വാങ്ങാതെ ഇത്രയും പണം നൽകിയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് താൻ കേരള കോൺഗ്രസിന്റെ നേതാവായിരുന്നു, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്നു, അത്തരത്തിലുള്ള ബന്ധം കൂടി ആന്റണിയുമായിട്ടുണ്ട്, അതുകൊണ്ട് കൂടിയാണ് താൻ ഈ പണം നൽകിയത്. മാത്രമല്ല 2 മാസം കൊണ്ട് ഈ പണം തിരിച്ചു നൽകാമെന്ന് പറയുകയും ചെയ്തു. അത് താൻ വിശ്വസിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 കോടി രൂപ നൽകിയത്. പക്ഷേ അത് തന്ത്രിയുടെ പണമല്ല, തന്ത്രി തന്റെ സ്ഥാപനത്തിൽ 1 രൂപ പോലും നിക്ഷേപിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം വലിയ പ്രതിസന്ധിയാണ് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനം നേരിട്ടത്, ഉടമ നേരിട്ടത്. ക്രൈംബ്രാഞ്ച് അന്വേഷണവും അറസ്റ്റ് അടക്കമുള്ള നടപടികളും ഉണ്ടായി. പക്ഷേ അപ്പോഴൊക്കെ തന്നെ ഈ പണം തിരിച്ച് ചോദിച്ചപ്പോഴൊക്കെ തന്നെ അദ്ദേഹം ഇത്തരത്തിൽ പല ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു നൽകാതിരിക്കുകയായിരുന്നു. തൻ്റെ മകളടക്കം ആന്റണിയുടെ വീട്ടിൽ പോയി അങ്കിൾ ഈ പണം തിരിച്ചു നൽകണം, തൻ്റെ പിതാവ് വലിയ പ്രതിസന്ധിയിലാണ് ഉള്ളത് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പണം നൽകിയില്ല. ആകെ നൽകിയത് 20 ലക്ഷം രൂപയാണ്. അതിനുശേഷം പലതവണ ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഈ പണമൊന്നും തന്നെ തിരിച്ചു നൽകാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് നിയമ നടപടിയിലേക്ക് കടക്കാത്തത്? എംപിയുമായുള്ള സാമ്പത്തിക ഇടപാട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു. വിശദാംശങ്ങളാണ് അർജുൻ മട്ടന്നൂർ നൽകിയത്.